ചേട്ടന്റെ ആഗ്രഹം പോലെ ഇനി ഒരിക്കലും ഞാൻ മുമ്പിൽ വരില്ല. മരിച്ചു പോയവർക്ക് വേണ്ടി വർഷത്തിൽ ഒരു തവണ ബലിതർപ്പണം ചെയ്ത് അവരെ നമ്മൾ ഓർക്കാറുണ്ട്. ഞാൻ മരണപ്പെട്ടു എന്നാ ചേട്ടൻ പറഞ്ഞത്. എന്നിട്ട് പോലും ചേട്ടൻ എന്നെ വർഷത്തിൽ ഒരു തവണ പോലും ഓർക്കാനായി ശ്രമിച്ചിട്ടില്ല. അതാണ് ചേട്ടാ എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്. വളരെ നന്ദിയുണ്ട് അമ്മാവ. ഞങ്ങൾ ജനിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ ഞങ്ങളുടെ അമ്മയുടെ കണ്ണിലെ കണ്ണീര് കണ്ടിട്ടില്ല. അമ്മാവന്റെ വീട്ടിലായിരുന്നപ്പോൾ എത്രത്തോളം ഞങ്ങളുടെ അമ്മ സന്തോഷമായിരുന്നു എന്നറിയില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിലുള്ളപ്പോൾ എൻ്റെ അമ്മ ഇതുവരെ സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല. ഈ അമ്മാവൻ്റെയും അമ്മയുടെ കണ്ണിലെ കണ്ണീരും ഒരേ സമയത്ത് ഞങ്ങൾ കണ്ടു. അതിലൊരുപാട് നന്ദിയുണ്ട് അമ്മാവ. പൂജയ്ക്ക് വേണ്ടി വന്നതാ. അത് പൂർത്തിയാക്കിയിട്ട് പൊയ്ക്കോളാം. ഇനിയുടെ സംസാരം വേണ്ട. മാണിക്കൻ ചേട്ടാ, ഇവിടെ ഇരുന്നോളൂ. മോളെ, നീയും കുടുംബമായിട്ടിരിക്കൂ. ഇവിടെ ഹോമം നടക്കുമ്പോൾ അവിടെ അമ്മയെ പല്ലക്കിലേറ്റി പ്രദക്ഷിണവും ചെയ്യണം. രണ്ടും ഒരുമിച്ച് നടക്കണം. ഈ ഹോമത്തിന്റെ ഫലവും പ്രദക്ഷിണത്തിന്റെ ഫലവും ഒന്നുചേർന്ന് പെട്ടെന്ന് സംഭവിച്ച അമ്മയുടെ രക്തക്കണ്ണീര് അവസാനിപ്പിച്ച് അനുഗ്രഹിച്ച് ശാന്തയാകണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഈ രണ്ട് കാര്യവും ഇപ്പോൾ ആരംഭിക്കാം. ഞങ്ങളുടെ കുടുംബം കാരണം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരോടും ക്ഷമിക്കണേ. ഞങ്ങൾ ചെയ്യുന്ന പൂജകളിൽ അങ്ങ് തൃപ്തി അടഞ്ഞ് ഞങ്ങളോടുള്ള ദേഷ്യം കുറച്ച് ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണേ. ശാന്തയാവൂ അമ്മേ. ജയ് ദുർഗാദേവി. ओम लक्ष्मी नारायणाय नमः। श्रीमन्महागणाधिपतये नमो नमः। ओम गणानान्त्वा गणपतिं हवामहे कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदासन्मन्मोतिभिस्सीदसादनं स्वाहा स्वाहा। ओम श्रीमन्महा ओम होमनारायणाय नमः स्वाहा स्वाहा। ओम होमनारायणाय इदं नमः। ओम यज्ञनारायणाय नमः स्वाहा स्वाहा। ओम यज्ञनारायणाय इदं नमः। जय दुर्गा देवी, 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 जय दुर्गा
സംസാരിക്കാൻ അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് പാർക്കുട്ടി എന്താ ഇങ്ങനെ പല്ലക്കം ചുമന്നുണ്ട്? പാവം, കുറച്ച് ഭക്തി കൂടുതലാടാ. ജയ് ദുർഗാദേവി. ഒരു മിനിറ്റ് നിന്നെ. നിക്ക് ബ്രദർ വാന്നേ. ഇവരെന്താ ഇവിടെ? എന്താ അവിടെ നോക്കിക്കൊണ്ടിരുന്നേ? ഞങ്ങളുടെ കൂടെ വന്ന് ഈ പല്ലക്കൊന്ന് പിടിക്കുന്നേ. വാ. ഹലോ ആദി സർ. ഹലോ. നിങ്ങളും വന്ന് പല്ലക്ക് പിടിക്കൂ. ഇത് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാ തോന്നുന്നത്. നിങ്ങളും നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയല്ലേ? ഇവര് ഏട്ടന്റെ ഫാമിലി മെമ്പേഴ്സ് ആണോ? അത് അവൾക്കെന്നെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഫാമിലി മെമ്പർ എന്ന് പറയുന്നതാണോ? അല്ല അശ്വതി, അവരെ എന്തിനാ നമ്മുടെ ഫാമിലി മെമ്പർ എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ? ഘോഷയാത്ര കഴിഞ്ഞ ഉടനെ പറയാം. ഈ അശ്വതി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരുപക്ഷെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണെന്നുള്ള കാര്യം മുത്തച്ഛനോട് അശ്വതി പറഞ്ഞു കാണോ? ദേവിക്ക് പല്ലക്ക് ചുമക്കാനായി ഫാമിലി മെമ്പർ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ ദേവി നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ്. വരും. ചേട്ടാ, 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 അളിയ, ചേട്ടാ, 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 എഴുന്നേക്ക്. ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ? അളിയന് എന്താ പറ്റിയേ? തിരുമേനി, ആ വെള്ളം വരൂ. എന്തു പറ്റി അളിയ?
എങ്ങനെയുണ്ട് ചേട്ടാ? ഒന്നുമില്ല. പെട്ടെന്നിങ്ങനെ കുറച്ച് പുക അകത്ത് പോയപ്പോ ഒരു ചെറിയ മയക്കം പോലെ. സാരമില്ല, നിങ്ങൾ ഹോമം തുടർന്ന് നടത്തിക്കോളൂ. ശരിയല്ലേ? ഓം സോമായ നമഃ സ്വാഹ സ്വാഹ. ഓം സോമായ ഇദം നമഃ. ഓം വനസ്പതയേ നമഃ സ്വാഹ സ്വാഹ. ഓം വനസ്പതയേ ഇദം നമഃ. ഓം മഹാലക്ഷ്മീ ദേവതാഭ്യോ നമഃ. ഓം ശ്രീമന്മഹാഗണാധിപതേ നമഃ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഉർവാരുകമിയോ ബന്ധനാൻ മൃത്യോർമുക്ഷേമാമൃതാത് സ്വാഹ സ്വാഹ. ഓം മൃത്യുഞ്ജയായ ഇദം നമഃ. ഓം വനസ്പതേ നമഃ സ്വാഹ സ്വാഹ. ഓം ലക്ഷ്മീനാരായണായ ഇദം നമഃ. ചേട്ടാ, ഒന്ന് ഇങ്ങോട്ട് നിന്നോളൂ. ചേട്ടാ, ദേ ഇങ്ങോട്ട്. ഓം ലക്ഷ്മീനാരായണായ നമഃ. ഓം ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണിവിലസത്സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്ഥസ്ഫടികമണിഭൈർമൗക്തികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരിവിരച്ചിതൈർമുക്തപീയൂഷവർഷൈः ആനന്ദീനഃ പുനീയാൻഅരിമണ്ണരാജശംഖപാണിമുകുന്ദഃ പൂർണ്ണാഹുതിശുഭസമയേ സൂര്യാദീനാം നവാൻ. ചേട്ടാ, ഇത് പൂർണ്ണമായും അഗ്നിയിലേക്ക് സമർപ്പിക്കൂ. ഓം നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാംശി ശിരോരുബാഹവേ ലക്ഷ്മീനാരായണായ നമോ നമഃ. മൃത്യുഞ്ജയായ നമോ നമഃ. തിരുമേനി, അങ്ങ് പറഞ്ഞതുപോലെ ദേവിയെ ഘോഷയാത്രയിൽ കൊണ്ടുവന്നു. ആ, ഇവിടുത്തെ ഹോമവും പൂർത്തിയായി മോളെ. മോളെ, അവസാനമായി സ്ത്രീകളെല്ലാവരും ശരീരത്തിലുള്ള ആഭരണങ്ങളെല്ലാം ദേവീ സന്നിധിയിൽ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹമുണ്ടെങ്കിലും അത് നടക്കണമെന്നും പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞ് ദേവിയുടെ സന്നിധിയിൽ വെച്ച ആഭരണങ്ങൾ തിരികെ അണിയാവുന്നതാണ്. മോളെ, എല്ലാവരും കണ്ണുകൾ അടച്ച് ദേവിയോട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞോളൂ. എടാ, അയ്യോ, ഇവിടെ വെച്ച ആഭരണങ്ങളൊന്നും കാണുന്നില്ല. തിരുമേനി ആഭരണം വെച്ച് തട്ടോ എവിടെ? എന്താ തിരുമേനി ഇങ്ങനെ സംഭവിച്ചേ? ദേവിക്ക് ഇതുവരെ ആരതയും ഒഴിഞ്ഞിട്ടില്ല. എല്ലാരും സമാധാനമായിട്ടിരിക്കും. ആഭരണങ്ങൾ മോഷ്ടിച്ച ആരാണെങ്കിലും തന്നെ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ക്ഷേത്രം വിട്ട് പുറത്തു പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അയാൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ദയവ് ചെയ്ത് ആരും ആരെയും തെറ്റിദ്ധരിക്കണ്ട. ഇത്രയും പേര് ഇവിടെ ഒത്തുകൂടിയത് ദേവിയുടെ കോപം ശാന്തമാക്കി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയല്ലേ? ആ ആഗ്രഹത്തോടെ തന്നെ എല്ലാവരും ചേർന്ന് പൂജയും പൂർത്തിയാക്കി. ആഭരണം എടുത്തത് ആരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് നമുക്ക് എല്ലാവരെയും സംശയിക്കേണ്ടി വരും. ആരാടാ അമ്പലത്തിലിരിക്കേണ്ട ആഭരണം മോഷ്ടിച്ചോണ്ട് പോയത്?
നാടിനൊരാപത്ത് സംഭവിക്കരുതെന്ന് കരുതി ഇവർക്കിടയിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറാൻ വേണ്ടി ഇത്ര ദൂരെ നിന്ന് ഇവർ ഇവിടേക്ക് വന്ന് അമ്പലത്തില് പൂജയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഈ നാടിന് ദോഷം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണെന്ന് പറയ്. ആരാണ് ആഭരണങ്ങൾ മോഷ്ടിച്ചത്? ഓരോരുത്തരെയായിട്ട് ഞാൻ ചോദ്യം ചെയ്യും. വേഗം പറഞ്ഞോളൂ. ഒന്ന് നിക്ക്. നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാ കള്ളനെ നമുക്ക് കിട്ടില്ല. മോഷണം നടന്നിരിക്കുക. ഒച്ച വെക്കാതിരിക്കുന്ന എങ്ങനെയാ? ബഹളം വെച്ച കള്ളനെ കിട്ടുവോ? ശരിയാ, എല്ലാരെയും ചെക്ക് ചെയ്യണം. ആ അതെ, എല്ലാരെയും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണം. ആരാ വേണ്ടെന്ന് പറഞ്ഞേ? എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയാം. ഇവര് തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. എന്താ തിരുമേനി ബുദ്ധിയില്ലാത്തതുപോലെ സംസാരിക്കുന്നേ? ആഭരണങ്ങൾ മോഷ്ടിച്ചെന്നും പറഞ്ഞ് എനിക്കെന്ത് കിട്ടാനാ? നിങ്ങൾക്ക് ചിലപ്പോൾ ആഭരണങ്ങൾ വേണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഈ പൂജ നടത്തുന്നതിൽ താല്പര്യമില്ലല്ലോ. രാംമോഹന്റെ കുടുംബവും മാണിക്കിന്റെ കുടുംബവും ഒന്നിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ഇത് നിങ്ങൾ തന്നെ ചെയ്തതെന്ന ഞങ്ങളുടെ സംശയം. അല്ല, എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഈ മാണിക്യത്തിന് അനിയത്തെ തീരെ ഇഷ്ടമല്ല. അളിയനോടുള്ള ദേഷ്യം കൊണ്ട് ആ പകയില് ഈ അപശകനമൊക്കെ അവര് വന്നതുകൊണ്ടാ നടന്നതെന്ന് അറിയിക്കാൻ ഇവരെ അപമാനിക്കാൻ വേണ്ടി ഇയാള് തന്നെ ചെയ്തതായിക്കൂടെ? അടിച്ച് കൊരണം പുകയ്ക്കും ഞാൻ. എന്റെ ചേട്ടനെ പറ്റി അനാവശ്യം പറയരുത്. എന്താ ഇയാള് വലിയ പുണ്യാത്മാവാണോ? നോക്ക് ദാക്ഷായണി, ഇവിടെ ഇപ്പോ ആഭരണങ്ങൾ ആരാ മോഷ്ടിച്ചതെന്ന് അന്വേഷിക്കുന്നത്. നീ ആവശ്യമില്ലാതെ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ തലയിടാൻ നിൽക്കണ്ട. എന്താ നിങ്ങളുടെ കുടുംബം ഒന്നോ? ഇത് എപ്പോ മുതലാ? നിങ്ങളെ അപമാനിച്ച് ഇത്രയും കാലം നിങ്ങളെ അടിച്ചമർത്തി ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ കടന്നുപോയ മനുഷ്യരാ. ഇവർക്ക് വേണ്ടി നിങ്ങൾ വക്കാലത്ത് പറയുവാണോ? ഇങ്ങോട്ട് നോക്ക് ദാക്ഷായണി, ഞങ്ങൾക്കിടയില് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരിക്കും. അതെന്റെ അളിയനാണ്, ഇതെന്റെ ഭാര്യയും. ഞങ്ങളെല്ലാവരും ഒരേ കുടുംബമാണ്. നിങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി സംസാരിച്ചോളൂ. പക്ഷെ എന്നെ നിങ്ങൾ കള്ളിയെന്ന് വിളിക്കരുത്. ഞാൻ വെറുതെ ഇരിക്കില്ല. അതെ, നിങ്ങൾ തന്നെയാണ് മോഷ്ടിച്ചത്. അതിന് ഇവനാണ് സാക്ഷി. നമ്മളെല്ലാവരും ഈ പൂജയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇവൻ ഒരുത്തൻ മാത്രം സംശയാസ്പദമായി നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ടാ ഇവനെ തൂക്കിയെടുത്തുണ്ടെങ്കിൽ പോന്നെ. അച്ഛാ, അമ്മേ, ഏതോ കള്ളന്മാര് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോ ചേച്ചിയും ഈ അങ്കിളും ഞങ്ങളെ രക്ഷിച്ചേ. അശ്വതി, അവൻ എങ്ങനെ എവിടെ എത്തിയത്? ഘോഷയാത്രയ്ക്ക് പോകുന്ന സമയത്ത് കണ്ടതാ അമ്മേ. ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ച് കള്ളനെ പിടിക്കാൻ പോവാണെന്ന് അറിഞ്ഞ ഉടനെ നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യായിരുന്നു. കറക്റ്റ് സമയത്തിന് ഇദ്ദേഹം വന്നതുകൊണ്ട് കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞു.
ഇപ്പൊ എന്തു പറയുന്നു ദാക്ഷായണി? ആഭരണങ്ങൾ മോഷ്ടിച്ചത് നിന്റെ ആള് തന്നെയാ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് നിന്റെ ആൾക്കാരാ. നീ തന്നെ ആഭരണം മോഷ്ടിച്ചു എന്നുള്ളതിന് ഇതിനേക്കാൾ വേറെ എന്ത് തെളിവാ വേണ്ടേ? സത്യം പറയടാ, പറയാൻ. ഈ മാഡം ആണ് സാർ എന്നോട് മോഷ്ടിക്ക